പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്താൽ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ടവരും വിളിക്കപ്പെട്ടവരുമായ ദൈവജനമേ, ഇന്ന് നാം ഈ ദേവാലയത്തിൽ കൂടിയിരിക്കുന്നത് ലോകത്തിലുള്ള വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടിയും അവരുടെ നിർമ്മാതാക്കൾ, കൃത്യമായി അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകൾ, ഇതിലൂടെയുള്ള നവമാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് തീഷ്ണതയോടെ പ്രാർത്ഥിക്കാം. യേശയ്യാ പ്രവചനത്തിൽ 65 അധ്യായം 24 തിരുവചനം, വിളിക്കും മുൻപേ ഞാനവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ച് തീരും മുൻപേ ഞാനത് കേൾക്കും. കർത്താവിൻ്റെ വാഗ്ദാനമാണ്. ഒരു സമൂഹം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് പരിശുദ്ധാത്മാവ് ആ പ്രാർത്ഥന ഏറ്റെടുക്കും. ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും കൃത്യമായി ഇന്ന് മാധ്യമങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ മേഖലയിലുള്ള എല്ലാ വ്യക്തികളെയും കർത്താവ് തൻ്റെ ആത്മാവിനാൽ നിറച്ച് വിശുദ്ധീകരിക്കും. ഈ ഒരു വിശ്വാസത്തോടെ നമുക്ക് തീഷ്ണതയോടെ ഇനിയുള്ള നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. ഒരു നിമിഷം എഴുന്നേറ്റിൽ നിന്ന് ദൈവസന്നിധിയിൽ അതിനുവേണ്ടി വലിയ കൃപയും അഭിഷേകം നമ്മുടെ മേൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ഈ നിമിഷങ്ങളിൽ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഓരോരുത്തരെയും ഹൃദയങ്ങളിലേക്ക് വിളിച്ച്, ആദിമസഭയിൽ അപ്പോസ്തലന്മാരിൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നമ്മുടെ ഓരോരുത്തരുടെ മേലും നിറഞ്ഞ് വ്യാപരിക്കാൻ, ദൈവജനത്തിന് വേണ്ടി, ഈ ലോകത്തിലുള്ള മാധ്യമ പ്രവർത്തകർക്ക് വേണ്ടി തീഷ്ണതയോടെ ദൈവസന്നിധിയിൽ മധ്യസ്ഥം അപേക്ഷിക്കാനുള്ള അഭിഷേകം ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് നമുക്ക് 2 കരങ്ങളും സ്വർഗത്തിലെ ഉയർത്തി നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഗാന ശുശ്രൂഷകരോട് ചേർന്ന് ഗാനം ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് ചേർന്ന് നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ലീഹന്മാരിൽ നിറഞ്ഞതുപോൽ കരങ്ങൾ താഴ്ത്തി കരങ്ങൾ അടിച്ച് നിറയണമേ, 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 കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ശക്തിയോടെ കരങ്ങൾ അടിച്ച് നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പെന്തക്കോസ്ത് നാളിൽ സിയന്മാരുടെ മേൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് ലോകത്തുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെ മേൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ഹൃദയം തുറന്ന് ജനം ശക്തിയോടെ കരങ്ങൾ അടിച്ച് ദൈവസന്നിധിയിൽ മാധ്യസ്ഥം അപേക്ഷിച്ച് പ്രാർത്ഥിക്കുന്നു. നാളിൽ കൊടുങ്കാറ്റിൽ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, പരിശുദ്ധാത്മാവേ, നാളിൽ കൊടുങ്കാറ്റിൽ വേഗത്തിൽ അഗ്നിജ്വാല പോലെ വന്ന പാവനാത്മാവേ, നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണമേ. നിന്നിൽ വിശ്വസിക്കുന്ന ഈ സമൂഹത്തിൽ നീ അനുഗ്രഹമഴയായി പെയ്തിറങ്ങണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. നിറയണമേ, നിറയണമേ, കവിയണമേ, കവിഞ്ഞൊഴുകണമേ. പരിശുദ്ധാത്മാവേ കരങ്ങൾ താഴ്ത്തിയടിച്ച് പറന്നിറങ്ങണമേ, വ്യാപരിക്കണേ. പരിശുദ്ധാത്മാവേ, നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ പറന്നിറങ്ങണമേ, സ്ത്രീഹന്മാരിൽ നിറഞ്ഞതുപോൽ അഭിഷേകം ചെയ്യണമേ. 2 കരങ്ങളും സ്വർഗത്തിൽ ഉയർത്തി ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ തുടർന്ന് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി നമ്മുടെ ഓരോരുത്തരുടെ മേലും, ഈ ലോകം മുഴുവനുള്ള എല്ലാ നവമാധ്യമങ്ങളുടെ മേൽ, പത്രമാസികളുടെ മേഖലയിൽ പ്രവർത്തിക്കുന്ന മേൽ വ്യാപരിക്കാൻ ആഗ്രഹിച്ച് ജനം ഒരുമിച്ച് ചങ്കുപൊട്ടി ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ.
ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന ആരാധന ആരാധന. ലോകം മുഴുവനും വ്യാപരിക്കണേ പരിശുദ്ധാത്മാവേ. ഓരോരുത്തരെയും വന്ന് നിറയണേ പരിശുദ്ധാത്മാവേ. ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണേ പരിശുദ്ധാത്മാവേ. പ്രാർത്ഥന ഓരോ മേഖലയുടെ മേൽ വ്യാപരിക്കണേ പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ ആരാധന ആരാധന. അപ്പൊ ഇപ്രകാരം ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കാൽവരി ചിന്തിയ പരിശുദ്ധ രക്തത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും കഴുകി വിശുദ്ധീകരിക്കണമേ. ഈ ലോകത്തിലുള്ള 195 രാജ്യങ്ങളെയും ഈ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങളെയും അതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും അങ്ങയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ. കർത്താവായ യേശുവേ, എല്ലാ അശുദ്ധിയും തിന്മയുടെ സ്വാധീനങ്ങളും അധാർമികതയും എടുത്തു മാറ്റണമേ. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തരുടെ മേലും അങ്ങയുടെ ആത്മാവിനെ അയക്കണമേ. വിശുദ്ധീകരിക്കണമേ. കർത്താവായ ഈശോയെ, വിശുദ്ധിയോടെ ധാർമ്മികതയിൽ ഉറച്ചു നിന്നുകൊണ്ട് ലോകത്തിന്റെ നന്മയ്ക്കും ഉന്നതിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഓരോരുത്തർക്കും ആവശ്യമായ ജ്ഞാനവും വിവേകവും നൽകണമേ. നമുക്ക് കരങ്ങൾ കൂപ്പി കണ്ണുകൾ അടച്ച് ഒരു നിമിഷം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ലോകം മുഴുവനുള്ള 195 രാജ്യങ്ങളെയും ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമ ശുശ്രൂഷകൾ, കൃത്യമായി TV ചാനലുകൾ, ഓൺലൈൻ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ, അച്ചടി മാധ്യമങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. യെശയ്യാ പ്രവചനം 58-ാം അധ്യായം 9-ാം തിരുവചനം, നീ പ്രാർത്ഥിച്ചാൽ കർത്താവ് ഉത്തരമരുളും, നീ നിലവിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് അവിടുന്ന് മറുപടി തരും. കർത്താവിന്റെ സന്നിധിയിൽ ഈ നിമിഷങ്ങളിൽ മധ്യസ്ഥം വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് ഈ മേഖലയിൽ വ്യാപരിക്കുമെന്ന് നമുക്ക് വിശ്വസിക്കാം. സകല മേഖലയും വിശുദ്ധീകരിക്കുന്ന പരിശുദ്ധ ആത്മാവ് ഓരോ ഹൃദയങ്ങളിൽ നിറഞ്ഞ് ഉന്നതയോടെ ധാർമ്മികതയോടെ ലോകത്തിന്റെ വിശുദ്ധീകരണത്തിനും പ്രതിമാ ജനത്തിന് നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള വലിയൊരു അഭിഷേകവും ധാർമ്മിക ബോധങ്ങളും ഓരോരുത്തരും നൽകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് ഇനിയുള്ള നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കൃത്യമായി ലോകമെമ്പാടുമുള്ള എല്ലാ മാധ്യമങ്ങളെയും ഈ നിമിഷങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈ ആലയത്തിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ, എല്ലാ അച്ചടി മാധ്യമങ്ങളെയും അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളെയും എല്ലാ എഴുത്തുകാരനെയും അവിടെ സന്നിധിയെ സമർപ്പിക്കുകയാണ്. കർത്താവിന്റെ ഹൃദയങ്ങളെ ഉണർത്തണമേ. കർത്താവെ, ലോകത്തിൻ്റെയും ജനത്തിൻ്റെയും നന്മയ്ക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കാൻ കർത്താവ് ഉന്നതമായ ധാർമ്മിക ബോധവും നീതിബോധവും അവർക്ക് നൽകണമേ. സത്യത്തിലും നീതിയിലും ഉറച്ചിരുന്നുകൊണ്ട് കർത്താവ് ലോകം മുഴുവനെ വിശുദ്ധീകരിക്കാൻ നന്മയെ നയിക്കാനുള്ള കൃപ അവർക്ക് ഓരോരുത്തരും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, എല്ലാ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളെയും ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ പ്രസിദ്ധീകരണങ്ങളിലൂടെയെല്ലാം അങ്ങയുടെ രക്ഷ ലോകാതിർത്തികൾ വരെ എത്തുവാനും വിശ്വാസം വഴി ലോകത്തുള്ള സകല മനുഷ്യരും രക്ഷ സ്വീകരിക്കുവാനുമായിട്ട് അവിടെ നിന്ന് ഇടവരുത്തണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ലോകമാസകലമുള്ള എല്ലാ ടെലിവിഷൻ ചാനലുകളെയും പ്രത്യേകമായി സമർപ്പിക്കുന്നു. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരെയും എല്ലാ റിപ്പോർട്ടർമാരെയും പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, സത്യത്തിലും നീതിയിലും ധാർമ്മികതയിലും അടിയുറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരം എല്ലാവർക്കും നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ഇൻ്റർനെറ്റ് ഉപയോഗിക്കുന്നവരെയും അതിൽ പ്രവർത്തിക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, വിശുദ്ധിയിൽ എല്ലാം ചെയ്യുവാനും എല്ലാം കാണുവാനും തിന്മയുടെ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് എല്ലാ മക്കളെയും കാത്തു സംരക്ഷിക്കണമേ എന്ന്
അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലുമുള്ള മാധ്യമ പ്രവർത്തനങ്ങളെയും അതിൻ്റെ പ്രവർത്തനങ്ങളെയും സമർപ്പിക്കുന്നു. ഉന്നതമായ ധാർമ്മിക ബോധവും സത്യസന്ധതയും ോടും ജോലി ചെയ്യുവാൻ അവർക്ക് കൃപ നൽകണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, സാമൂഹ്യ സമ്പർക്ക മാധ്യമങ്ങളെ സമർപ്പിക്കുന്നു. അതുപയോഗിക്കുന്നവർക്ക് വിവേകവും ജ്ഞാനവും ധാർമ്മിക ബോധവും നൽകണമേ. യാതൊരുവിധ സ്വാധീനങ്ങൾക്കും വഴങ്ങാതെ സത്യസന്ധതയോടെ പ്രവർത്തിക്കുവാനുള്ള അനുഗ്രഹം നൽകണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവായ ഈശോയെ, എല്ലാ നവമാധ്യമങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഫേസ്ബുക്ക്, വാട്സപ്പ്, മറ്റ് ഇൻ്റർനെറ്റ്, ഇതിലൂടെ എല്ലാ വിധത്തിലുള്ള വാർത്തകൾ കേൾക്കുന്നവർ, അത് പ്രചരിപ്പിക്കുന്നവർ, കർത്താവെ ഇത് കേൾക്കുന്നവരെയും കാണുന്നവരെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ കർത്താവെ പടർന്നു പിടിക്കുന്ന എല്ലാ അശ്ലീല ചിത്രങ്ങളും മറ്റു തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങളും കർത്താവെ മറ്റൊരു സ്വാതന്ത്ര്യത്തെ കനിക്കുന്ന തരത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും എടുത്തു മാറ്റി ഇവകളെല്ലാം അവിടുന്ന് വിശുദ്ധീകരിക്കണമേ എന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവായ ഈശോയെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. സ്വർഗീയ ദാനങ്ങൾ നൽകിയിടണേ. കർത്താവിന്റെ സന്നിധിയിൽ രണ്ട് കരങ്ങളും സ്വർഗത്തിലെ ഉയർത്തി സമർപ്പിച്ച എല്ലാ പ്രാർത്ഥനകളുടെ മേലും ദൈവത്തിന് വലിയ ശക്തി വ്യാപരിച്ച് കണ്ടുകൊണ്ട് ദൈവം ഈ ലോകം മുഴുവനെയും വിശുദ്ധീകരിക്കുന്നത് നമുക്ക് വിശ്വസിച്ചുകൊണ്ട് രണ്ട് കരങ്ങൾ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. കർത്താവിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിട്ട് ഇരുന്നു കൊണ്ട് പ്രാർത്ഥിക്കാം. നമുക്കിനിയുള്ള നിമിഷങ്ങളിൽ ഒരിക്കലൂടി എല്ലാ മാധ്യമങ്ങളെയും കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് അവരുടെ മേൽ ദൈവത്തിന് വലിയ കരുണ വ്യാപരിക്കാൻ, അതിൽ പ്രവർത്തിക്കുന്ന ഓരോരുത്തർക്കും ഉന്നതമായ ജ്ഞാനം ലഭിക്കാൻ, ദൈവജനത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയും കൃത്യമായി സഭയുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയും പ്രവർത്തിക്കുന്ന എല്ലാ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളെയും ടെലിവിഷൻ ചാനലുകളെയും കൃത്യമായി കർത്താവിൻ്റെ കാര്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വൈദ്യർ, സിസ്റ്റേഴ്സ്, ആത്മായ ശുശ്രൂഷകർ, അവരെല്ലാം കർത്താവിൻ്റെ കാര്യങ്ങളെ സമർപ്പിക്കാം. ലോകത്തിൻ്റെ വിശുദ്ധീകരണത്തിനും സഭയുടെ നവീകരണത്തിനും കൃത്യമായി ലോകം മുഴുവനും യേശുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയാൻ തക്ക വിധം ലോകം മുഴുവനും വചനം വ്യാപരിക്കാൻ, അതിൻ്റെ വലിയ ശക്തി ലോകം മുഴുവൻ നിറയുവാൻ നമുക്ക് ആഗ്രഹിക്കാം. കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാ ക്രിസ്തീയ പ്രസിദ്ധീകരണയും സമർപ്പിച്ച് നിമിഷങ്ങളിൽ അവിടെ മേൽ ദൈവത്തിന് വലിയ കരുണ നിറയാൻ, അതിലൂടെ ദൈവസ്നേഹം ദൈവജനം അനുഭവിച്ചറിയാൻ, ഇന്നോളം യേശുവിനെ അറിയാത്ത ധാരാളം ജനങ്ങൾ ഇതിലൂടെ വലിയൊരു നവീകരണത്തിലേക്കും വിശുദ്ധീകരണത്തിലേക്കും ദൈവസ്നേഹത്തിലേക്കും കടന്നു വരാൻ ആഗ്രഹിച്ചുകൊണ്ട് കർത്താവെ കരുണയായിരിക്കണമെന്ന് സമൂഹം ഒരുമിച്ച് ഏറ്റുപറയുന്നു. കർത്താവായ ഈശോയെ, ഈ ലോകത്തിലുള്ള എല്ലാ ക്രിസ്തീയ പ്രസിദ്ധീകരണമേൽ കർത്താവായ ഈശോയെ, ലോകമെമ്പാടുമുള്ള ക്രിസ്തീയ ചാനലുകളുടെ മേൽ കർത്താവായ ഈശോയെ, വിവിധ രീതിയിൽ വചനം പ്രഘോഷിക്കുന്ന എല്ലാ ഓൺലൈൻ മാധ്യമങ്ങളുടെ മേലും കർത്താവായ ഈശോയെ, ഭാരതത്തിലും ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലെ എല്ലാ ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളുടെ മേലും അവിടെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും കർത്താവായ ഈശോയെ, ക്രിസ്തീയ പ്രസിദ്ധീകരണങ്ങളോടെ ലോകം മുഴുവനും വചനം കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന എല്ലാ വ്യക്തികളുടെ മേലും കർത്താവായ ഈശോയെ, ഇന്നോളം വചനം കേട്ടിട്ടില്ല വ്യക്തികൾ ഇതിലൂടെ വചനം കേൾക്കുവാനും അറിയുവാനും ഇടവരുന്നതിന് വേണ്ടി കർത്താവായ ഈശോയെ, ഷാലോം മീഡിയയും കൃത്യമായി അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാ വ്യക്തികളുടെ മേലും ഭാരതത്തിലുള്ള സഭയുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന എല്ലാ മാസികകളും കൃത്യമായി TV ചാനലുകളുടെ മേലും സകല മേഖലകളും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് ദൈവത്തിന് വലിയൊരു കരുണ ഈ മേഖലയുടെ മേലെല്ലാം വ്യാപരിച്ച് ആഗ്രഹിച്ച് നമുക്ക് ഒരിക്കൽ കൂടി കർത്താവെ കരുണയായിരിക്കണമേ എന്നൊക്കെ പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണമേ എന്ന് പാടി പ്രാർത്ഥിക്കുമ്പോൾ ജനം ഒരുമിച്ച് കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് കണ്ണുകളടച്ച് ദൈവത്തിന് വലിയൊരു കരുണ ഈ ഒരു മേഖലയുടെ മേൽ വ്യാപരിക്കുന്ന കണ്ടുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം.
കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ലോകമെമ്പാടുമുള്ള എല്ലാ പാപികളുടെ മാനസാന്തരം ആഗ്രഹിച്ചുകൊണ്ട് കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ലോകത്തിൽ എന്നോളം ഈശോയെ അറിയാത്ത എല്ലാ ജനങ്ങളും യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനുമായി ഏറ്റുപറയുന്നത് നമ്മൾ കണ്ടുകൊണ്ട് കരുണ തോന്നണമേ. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഇന്ന് തിരുസഭയ്ക്കെതിരായി വ്യാജ പ്രചരണങ്ങളും കൃത്യമായ നുണകളും പ്രചരിപ്പിക്കുന്ന എല്ലാ മാധ്യമങ്ങളുടെയും വിശുദ്ധീകരണം നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ലോകം മുഴുവനുമുള്ള എല്ലാ മാധ്യമ പ്രവർത്തകരുടെ മേലും ദൈവത്തിന് വലിയ സ്നേഹവും കരുണയും കവിഞ്ഞൊഴുകുന്നത് കണ്ടുകൊണ്ട് ഒരിക്കൽ കൂടി കരങ്ങൾ സ്വർഗത്തെ ഉയർത്തി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. കരുണ തോന്നണേ, എന്നിൽ അലിവു തോന്നണേ. പാപിയാണു ഞാൻ നാഥാ, പാപിയാണു ഞാൻ. ഒരിക്കൽ കൂടി നമുക്ക് കർത്താവിന്റെ സന്നിധി എഴുന്നേറ്റ് നിന്നുകൊണ്ട് സാധിക്കുന്ന എല്ലാം എഴുന്നേറ്റ് നിൽക്കുന്നു. തീഷ്ണതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ഇന്റർനെറ്റ് നവമാധ്യമങ്ങളെല്ലാം കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഇത് ഉപയോഗിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തില് ഇന്റർനെറ്റിലൂടെ അശ്ലീല വീഡിയോകളും ചിത്രങ്ങളെല്ലാം പ്രചരിപ്പിക്കുന്നവർ അവർക്ക് വലിയ മാനസാന്തരം ഉണ്ടാകണം. നാം ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് അവരിൽ വ്യാപരിക്കും. ലോകം മുഴുവൻ ദൈവത്തിന് ആത്മാവിനാൽ നിറഞ്ഞിരിക്കുന്നു. ഓരോ മനുഷ്യരിലും ദൈവത്തിന് പരിശുദ്ധാത്മാവുണ്ട്. ആത്മാവിന്റെ ശക്തി അവരിൽ നിറഞ്ഞ് വിശുദ്ധിയോടെ സ്നേഹത്തോടെ ലോകത്തിന് നന്മയ്ക്ക് വേണ്ടി മാത്രം ഈ മേഖല ഉപയോഗിക്കാനുള്ള വലിയ കൃപ അവർക്ക് ഓരോരുത്തരും ലഭിക്കാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിന് വലിയ സ്നേഹം അവരുടെ ഹൃദയങ്ങളിൽ നിറയാൻ, അവർക്ക് എല്ലാവർക്കും മാനസാന്തരം ഉണ്ടാകാൻ. ഇതിലൂടെ അഭിനയിക്കുന്നവർ, ഇത് പ്രചരിപ്പിക്കുന്നവർ, വിധങ്ങളിൽ ഇതിനുവേണ്ടി പ്രചാരണം നൽകുന്നവർ എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ദൈവത്തിന് വലിയ സ്നേഹം അവരിലേക്ക് കവിഞ്ഞൊഴുകാൻ. ഇത് കാണുന്ന കുഞ്ഞുങ്ങൾ കൃത്യമായി ഇതിന് അടിമപ്പെട്ടു പോരെ കർത്താവിന്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഭാരതത്തിൽ പല സ്ഥലങ്ങളിലും നവമാധ്യമങ്ങളിൽ അടിമപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ക്ലിനിക്കുകൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് കൗൺസിലിങ്ങിനും വിവിധ ധ്യാന കേന്ദ്രത്തിൽ വരുന്ന ധാരാളം കുഞ്ഞുങ്ങളും യുവജനങ്ങളും എൻ്റെ അടിമയായി മാറുമ്പോൾ കർത്താവെ ഈ മേഖലയെ വിശുദ്ധീകരിക്കണമേ. കണ്ണീരോടെ നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് ഈ മേഖലയിൽ വ്യാപരിക്കും. ദൈവത്തിന് പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരും നിറയും. അതിനെ കണ്ടുകൊണ്ട് രണ്ട് കരങ്ങളും സ്വർഗത്തിൽ ഉയർത്തി കൃത്യമായി ഇന്റർനെറ്റ് നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്ന കുഞ്ഞുങ്ങൾ, യുവജനങ്ങൾ കൃത്യമായി ഇതിലൂടെ ഇതെല്ലാം പ്രചരിപ്പിക്കുന്നവർ അവർക്ക് വലിയൊരു വിശുദ്ധീകരണം ലഭിക്കാൻ, ഇത് കണ്ട് അടിമയായി മാറിയ കുഞ്ഞുങ്ങൾ വലിയൊരു മാനസാന്തരം ദൈവാനുഭവം കടന്നു വന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ വ്യാപരിക്കാൻ, ഈ മേലിൽ നിന്ന് അവർക്ക് വലിയൊരു വിടുതൽ ലഭിക്കാൻ ആഗ്രഹിച്ച് ഒരിക്കലൂടെ രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. പരിശുദ്ധാത്മാവേ ആരാധന, 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 ആരാധന. കർത്താവേ അവിടുത്തെ വലിയ കൃപ ഓരോരുത്തരുമേ വ്യാപരിക്കട്ടെ. കർത്താവേ അവിടുത്തെ ആത്മാവിന്റെ വലിയ ശക്തി ഓരോരുത്തരുമേ വ്യാപരിക്കണേ. കുഞ്ഞുങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ, യുവജനങ്ങളെ വിശുദ്ധീകരിക്കണമേ കർത്താവേ. കൃത്യമായ അശ്ലീല ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിക്കുന്ന എല്ലാവരുടെ മേലും അവിടെ ആത്മാവിന്റെ അത്യുന്നതമായ അഭിഷേകം ഇപ്പോൾ വ്യാപരിക്കട്ടെ. അവരുടെ ഹൃദയങ്ങളെ സ്പർശിക്കണമേ കർത്താവേ, വിശുദ്ധി നൽകണമേ കർത്താവേ. അവരുടെ ഓരോരുത്തരുടെ മേലും വ്യാപരിക്കണമേ. സകലത്തിന്മയുടെ ബന്ധങ്ങൾ അഴിക്കണമേ കർത്താവേ. ആത്മാവിന്റെ വലിയ ശക്തി ഓരോരുത്തരും വ്യാപരിക്കണേ. ഓ പുതിയൊരു ജനം നൽകുന്ന പരിശുദ്ധാത്മാവേ, പുതിയൊരു ജനം നൽകുന്ന പരിശുദ്ധാത്മാവേ, ഓരോരുത്തരെയും രൂപാന്തരപ്പെടുത്തണമേ, ഓരോരുത്തരെയും അഭിഷേകം ചെയ്യണമേ.
പുതിയൊരു ജനനം നൽകും പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, മാധ്യമങ്ങളെ വിശുദ്ധീകരിക്കണമേ. പുതിയൊരു ശക്തിയിലുണരാ കൃപ നീ ചൊരിയണമേ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, ഓരോരുത്തരും നിറങ്ങണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ, കവിഞ്ഞൊഴുകണമേ. സ്വരമുയർത്തി പരിശുദ്ധാത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറയണമേ, നിറഞ്ഞു കവിയണമേ, കവിഞ്ഞൊഴുകണമേ. ത്രിയേക ദൈവമേ, സ്നേഹമുള്ള പിതാവേ, കാരുണ്യവാനായ കർത്താവേ, വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നതെന്തും നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഞങ്ങളോട് വാഗ്ദാനം ചെയ്ത അവിടുത്തെ വാഗ്ദാനങ്ങളിൽ ഞങ്ങൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കണമേ. പ്രത്യേകമായി മാധ്യമങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. എല്ലാ ദൃശ്യ ശ്രാവ്യ മാധ്യമങ്ങളെയും അവിടുത്തെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. എല്ലാ മാധ്യമ പ്രവർത്തകരെയും, മാധ്യമങ്ങളെ നിയന്ത്രിക്കുന്ന എല്ലാ സംവിധാനങ്ങളെയും, മാധ്യമങ്ങൾക്ക് പണം മുടക്കുന്ന എല്ലാ വ്യക്തികളെയും, മാധ്യമങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. കർത്താവെ, നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കണമെന്ന് ശിഷ്യർക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് പ്രാർത്ഥിച്ചുവല്ലോ. ഈ ലോകം മുഴുവനും ഒന്നാകുവാനായി മാധ്യമങ്ങൾ വഹിക്കുന്ന പങ്ക് ഞങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഈ ലോകം മുഴുവനും സത്യത്താൽ വിശുദ്ധീകരിക്കപ്പെടുവാനായിട്ട് മാധ്യമങ്ങൾക്ക് കഴിയാതെ പോകുന്ന സാഹചര്യങ്ങളും എല്ലാ അവസ്ഥകളും കർത്താവെ ഞങ്ങൾ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് മാധ്യമങ്ങളിലൂടെ പടരുന്ന എല്ലാ തിന്മകളുടെ ശക്തികളെയും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ തിന്മയുടെ ശക്തികളെല്ലാം കർത്താവെ അവിടുന്ന് ബന്ധിക്കണമേ. കർത്താവെ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് ഞങ്ങളോട് അരുളി ചെയ്തപ്പോൾ അവിടുത്തെ ദിവ്യാത്മാവിനാൽ നിറഞ്ഞവരായി തീരുവാൻ അവിടുന്ന് ഞങ്ങളോട് ആഹ്വാനം ചെയ്തുവല്ലോ. സത്യാത്മാവ് വരുമ്പോൾ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കുമെന്ന് ഞങ്ങളോട് അവിടുന്ന് ആഹ്വാനം ചെയ്തിട്ടുണ്ടല്ലോ. കർത്താവെ, മാധ്യമ പ്രവർത്തനങ്ങളെല്ലാം അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. മാധ്യമ പ്രവർത്തകരെയും മാധ്യമ സംവിധാനങ്ങളെയെല്ലാം അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണമേ. അവർ സത്യം അറിയുകയും സത്യം പ്രചരിപ്പിക്കുകയും സത്യത്താൽ ലോകത്തെ മുഴുവനും വിശുദ്ധീകരിക്കുകയും അങ്ങനെ എല്ലാവരെയും അങ്ങയുടെ പക്കലേക്ക് ആനയിച്ചുകൊണ്ട് ലോകം മുഴുവനും ഒന്നായി തീരുവാൻ അങ്ങയുടെ പ്രാർത്ഥന മാധ്യമ പ്രവർത്തനങ്ങളിലൂടെ എല്ലാം സഫലമാക്കുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് കർത്താവെ അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി മാധ്യമങ്ങളിലൂടെ പടരുന്ന എല്ലാ തിന്മകളെയും കർത്താവെ അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുമ്പോൾ ആ തിന്മകളിലൂടെ എല്ലാം പ്രചരിക്കുന്ന എല്ലാ കാര്യങ്ങളും കർത്താവെ അവിടുത്തെ ആത്മാവിനെ അയച്ച് അവിടുന്ന് കീഴടക്കണമേ എന്നും അവരെ നിശബ്ദരാക്കണമേ എന്നും അതിലുപരിയായിട്ട് ആ മാധ്യമങ്ങളിലൂടെയുള്ള തിന്മകളെല്ലാം ദൂരീകരിക്കണമേ എന്നും അവിടുത്തെ സന്നിധിയിൽ ഞങ്ങൾ വിശ്വാസപൂർവ്വം പ്രാർത്ഥിക്കുന്നു. കാരുണ്യവാനായ കർത്താവേ, ഞങ്ങളുടെ ജീവിതങ്ങളെ അവിടുന്ന് നിയന്ത്രിക്കണമേ. മാധ്യമങ്ങളിലൂടെ അറിവും അനുഭവവും ജ്ഞാനവും വിവേകവും എല്ലാം ലഭിക്കുവാനും എല്ലാറ്റിലുപരിയായി ലോകം പുരോഗതിയിലേക്ക് നീങ്ങുവാനും എല്ലാറ്റിലുപരിയായി ദാരിദ്ര്യവും പട്ടിണിയും അവികസിത അവസ്ഥകളുമെല്ലാം ലോകത്തിൽ നിന്ന് നീങ്ങി എല്ലാവരും അങ്ങയെ അറിയുകയും സ്നേഹിക്കുകയും അങ്ങയെ പിതാവായി അംഗീകരിക്കുകയുമൊക്കെ ചെയ്യുന്ന ഒരു ലോക നിർമ്മിതിക്കായി മാധ്യമങ്ങളെല്ലാം ഉപയോഗപ്പെടുത്തുവാനുള്ള വലിയ കൃപ മാധ്യമങ്ങൾക്കും മാധ്യമ പ്രവർത്തകർക്കും സംവിധാനങ്ങൾക്കും നൽകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം വിശ്വാസപൂർവ്വം തിരുമുമ്പിൽ സമർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും മാധ്യമങ്ങളെയും മാധ്യമ പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം പരിശുദ്ധ അമ്മ വഴി അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഭക്തിയോടെ കണ്ണുകൾ അടച്ച് കരങ്ങൾ കൂപ്പി പ്രിയപ്പെട്ട അച്ഛൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും
പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളേവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.